ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്കിന്ന് കോളേജിൽ പോകണം. ഞാൻ രാവിലെ എണീറ്റ് ഒരുങ്ങി. അപ്പോൾ ഇനിയിപ്പം ശബക്കുട്ടിക്ക് തീറ്റിട്ട് കൊടുക്കണം. കാരണം ഞാൻ ഈ വൈകുന്നേരമല്ലേ വരത്തുള്ളൂ. വൈകുന്നേരം ഇപ്പം ഡിസ്ചാർജ് ആണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരമാണല്ലോ ഞാൻ വരുള്ളൂ. ഞാൻ ഇവിടെ പാത്രം നോക്കുക. അപ്പോൾ വൈകുന്നേരമല്ലേ ഞാൻ വരുള്ളൂ. അപ്പം അതിന് മുമ്പ് തീറ്റയൊക്കെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ പാവം പട്ടിണിയായിരിക്കും. തീറ്റയിട്ട് കൊടുത്തിട്ടും കാര്യമില്ല, അവൾ കഴിക്കത്തില്ല. അത് വേറെ കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നമ്മളാരും ഇല്ലെങ്കിൽ അവളൊന്നും കഴിക്കില്ല, ഒന്നും കുടിക്കില്ല. ഒരു പ്രത്യേക സ്വഭാവം അവളിങ്ങനെ. ഇന്നലെ തന്നെ ഞാൻ വന്ന് ഭക്ഷണം ഇട്ടെടുത്തിട്ട് അവിടെ കഴിച്ചു. അല്ലേ, ഇത്തൊന്നൊക്കെ കഴിക്കൂല. പിന്നെ വിശന്ന് ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. കണ്ട നാടി. ഞാനേ കോളേജ് വന്നായിരുന്നു. ഇപ്പോൾ ക്ലാസ് വിട്ടു. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മേനെ പറഞ്ഞു വിടണം ഇങ്ങോട്ട്. അപ്പം ഉണ്ണിയേട്ടനല്ല, എനിക്ക് പരിചയമുള്ള വേറൊരു വണ്ടിയുണ്ട്, ഒരു ഫൈസൽ എന്ന് പറഞ്ഞിരിക്കണ്ടേ, അയക്ക് വരും. അപ്പോൾ അയക്കയുടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകും. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും റാൻഡം വണ്ടി ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പരിചയമുള്ളവരെ വിളിച്ചിട്ട് വീട്ടിൽ പോകും. പിന്നെ രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണം വീട്ടിൽ ഹോസ്പിറ്റലിൽ ഒന്ന് സെറ്റ് ചെയ്യും. വണ്ടി വന്നുണ്ട്. ഇവിടെ ഒരു കടയിൽ പലതരം വെറൈറ്റി ചായ കിട്ടും. ഇത്ര എന്ന് വെച്ചാൽ പിന്നെ പൂക്കളൊക്കെ വെച്ച് ചായ ഉണ്ട്, ചെമ്പരത്തി ചായ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ മുന്തിരിക്കട്ടം കുടിക്കാൻ വന്നതാണ്. എനിക്കറിയില്ല, ഒക്കെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കുടിക്കാൻ വേണ്ടി വന്നതാണ്. മുന്തിരിക്കട്ടൻ എങ്ങനെയാണെന്ന് ഫസ്റ്റ് പറയാം. മുന്തിരിക്കട്ടൻ കിട്ടിയില്ല, പാഷൻ ഫ്രൂട്ട്. പക്ഷെ സംഗതി ഇതിലാണ് കേട്ടോ. കാക്കയുടെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞു. കരുമാപ്പള്ളിയുടെ അടുത്താന്ന് മാത്രം അറിയാം കാക്ക. ഒമ്പാമത്തെ ഹെൽപ്പ് വേണം, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഇല്ല, കുഴപ്പമില്ല, പൊക്കോളാം. താങ്ക് യു. നമ്മളിതിലേക്ക് ആശുപത്രി എത്തിയിരുന്നു കേട്ടോ. ഇവിടുന്ന് ലിഫ്റ്റ് കറക്റ്റ് വഴി തന്നെ. ചെറിയൊരു മിസ്റ്റേക്ക് തോന്നി. കയറുന്നുണ്ടോ? 9 അതെ. ഹോസ്പിറ്റൽ ലിഫ്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. എനിക്ക് വഴി അറിയാൻ കുഴപ്പമില്ല, ആരും പേടിക്കണ്ട. ഞാൻ കറക്റ്റ് ഫോണിലെത്തല്ലേ. ഞാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത് 2011 നമ്മൾ കൊടുക്കുന്നത് ഇവിടെ. ഇപ്പോൾ ആശുപത്രിയിലാണ്. പിന്നെ അമ്മ എന്നെ എടുത്തിട്ട് വീട്ടിൽ പോയതാണ്, ഡ്രസ്സ് മാറാൻ അങ്ങനെയൊക്കെ. ഇനിയിപ്പം അമ്മ വന്നിട്ട് ഇവിടുന്ന് പോകണം. ഇന്നലെ ഞാൻ ഇവിടുന്ന് പോയത് രാത്രിക്കാണ്. ഇന്നിപ്പോൾ അത്ര നേരം ഇരിക്കത്തില്ല, ഇത്ര നേരത്തോട്ട് പോകും. അങ്ങനെയാണ് നോക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം. ഞാൻ വീട്ടിൽ വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് നടന്നു. അതായത് നമ്മുടെ ആകാശവാണിയിൽ
ഒരു പ്രോഗ്രാമുണ്ട്, നമ്മുടെ ബെഡ് കോഫി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. 107.5 ആകാശവാണി 107.5 ഈ ബെഡ് കോഫി നടക്കുന്നത്. രാവിലെ ഒരു 6:15 ആകുമ്പോഴാണ് ഇത്. എനിക്ക് ആദ്യം ഈ പ്രോഗ്രാമിൻ്റെ അറിയത്തില്ല. നമ്മുടെ ചേച്ചിയില്ലേ, ചേച്ചിയമ്മ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്നും കാണണമെന്നും ഒക്കെ. അപ്പോഴാണ് ഞാൻ ഈ സംഭവത്തെപ്പറ്റി അറിയുന്നതും നോക്കുന്നതും കാണുന്നതൊക്കെ. അങ്ങനെ ഈ പ്രോഗ്രാം കണ്ടു. അപ്പോൾ ഇന്ന് നമ്മുടെ അരുണങ്ങൾ 7ാമത്തെ വരില്ല അരുണങ്ങൾ ആകാശവാണി വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഷോ ചെയ്യുന്നുണ്ട്, 7:20 ഒരു ഷോ. അപ്പം അത് 107.5 അത് 102.3 അത് 7:20 ഷോ. അപ്പോൾ അങ്ങനെ അരുണങ്ങളിൽ ഇദ്ദേഹത്തെ പരിചയമുണ്ട്, ഈ ബെഡ് കോഫിയിൽ നിന്ന് ഇദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് കാഞ്ഞിരങ്ങാട്ട് എന്നാണ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, പക്ഷേ ഭയങ്കര എഫേർട്ടാണ്. റേഡിയോയിൽ ഈ സുരേഷ് ഏട്ടൻ വന്നിട്ട് ഭയങ്കര മാസീവായിട്ട് വായിച്ച് ഒരു വിഷയം പറയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളിങ്ങനെ വായിച്ച് അദ്ദേഹം ചെയ്തൊരു പരിപാടിയാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അരുണങ്ങളോട് ഞാൻ ഇന്നലെ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത്, എൻ്റെ സ്മിതാൻ്റെ അടുത്തായിരുന്നല്ലോ ഭക്ഷണം, അവിടെ പോയി കഴിച്ച സമയത്ത് ഇങ്ങനെ ഞങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇതൊരു സോഫ്റ്റ് ചുമ്മാ കൈ പിടിച്ച. അപ്പം എന്താ പറയുക, ഇങ്ങനെ ആകാശവാണിയുള്ള സുരേഷ് ഏട്ടൻ ഉണ്ട്, പുള്ളിക്കാരൻ്റെ ബെഡ് കോഫി ഞാൻ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അരുണങ്ങൾ പറഞ്ഞു ആണോ എന്നാൽ ശരി ഇപ്പോൾ വിളിച്ചിട്ട് തന്നെ ആയിരുന്നുണ്ട്. പക്ഷെ അന്നേരം അദ്ദേഹം ഒരു ലൈവ് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു. ഇന്ന് അവിടെ പോയപ്പോൾ ഇന്ന് വിളിച്ചു, സംസാരിച്ചു, കുറച്ച് നേരം സംസാരിച്ചു. അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് അരുണങ്ങൾ ഞാൻ അറിഞ്ഞില്ല, അരുണങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഇട്ടാട്ടോ. ഹലോ ഹലോ ഹലോ, ഞാൻ പേര് പറഞ്ഞു. എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ ജയ്വിൻ. ഇന്നലെ സംസാരിച്ച ഞാൻ പേര് അങ്ങനെ വിട്ടു. എവിടെ പഠിക്കുന്നത്? ഞാൻ കാക്കനാട് ഭാരത് മാതാ കോളേജിൽ. ഓ, ഭാരത് മാതാ പഠിക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പൊ ആകാശവാണിയുടെ അടുത്ത് തന്നെയാണല്ലോ. ആകാശവാണി സ്റ്റുഡിയോ അവിടെ അടുത്താണോ? NGO ക്വാർട്ടേഴ്സിന്റെ അടുത്ത്. NGO ക്വാർട്ടേഴ്സിലാണ് ആകാശവാണി. കോഫി സ്ഥിരം കേൾക്കാറുണ്ട് കേട്ടോ. അത് ശരി. ബെഡ് കോഫി സ്ഥിരം കേൾക്കാറുണ്ട്. അതിന്റെ ഭയങ്കര ഒരു ശ്രോതാവാണ്. ഭയങ്കരമായ ശ്രോതാവ്. അതെ 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 അതെ. ആ ടൈമിലൊക്കെ എഴുന്നേക്കോ? രാവിലെ എഴുന്നേക്കുമ്പം മറ്റേ ഇതുണ്ടല്ലോ, റേഡിയോയിൽ ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതിയല്ലോ. എഴുന്നേക്കും തന്നെ ഇങ്ങനെ കിടന്നോണ്ടാ കേൾക്കണേ, എത്ര തന്നെ. എന്താണ് കേട്ടിട്ട് എന്താണ് അഭിപ്രായം? എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് എനിക്ക് എവിടെയൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളത്? ഇംപ്രൂവ്മെന്റ് അല്ല, നല്ലതല്ലേ. കുറെ റെഫർ ചെയ്തിട്ട് കുറെ ബുക്സിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള റെഫറൻസ് ഒക്കെ പറയുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്നുണ്ടായ ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ് സുരേഷ് ഏട്ടനോട് സംസാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നോ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നൊന്നും. അപ്പോൾ അരുണങ്ങളിൽ അവിടെ താങ്ക് യു പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടെ ഈ വീഡിയോയിലും താങ്ക് യു. അപ്പോൾ എന്താ പറയുക, അതാണ് ഇന്നത്തെ ദിവസത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അതാട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം. അമ്മച്ചിയുടെ അപ്ഡേറ്റ് വേറെ ഒന്നുമില്ല. അമ്മച്ചി ഹോസ്പിറ്റലിൽ തന്നെയാണ്, കണ്ടല്ലോ, ഡിസ്ചാർജ് ആയിട്ടില്ല. പുള്ളിക്കാരുടെ HB കൂടുതലാണെന്നോ ബ്ലഡ് കൗണ്ട് HP കുറവാണെന്നും ബ്ലഡ് കൗണ്ട് കുറവാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. നാളെ ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ കാണാം കേട്ടോ. പിന്നെ എന്താ പറയുക, കോള് വരുന്ന ഭാഗം തൊട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ, ഞാൻ അറിഞ്ഞില്ലേ ഷൂട്ട് ചെയ്തതൊന്നും. അപ്പോൾ കോള് വരുന്ന ഭാഗം എന്താ കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാലേ അതിനകത്ത് അദ്ദേഹം ഒരു നമ്പറുണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്തു. പിന്നെ കുറച്ചേ എടുത്തുള്ളൂ, സംസാരത്തിൽ കുറച്ച് ഭാഗം എടുത്തുള്ളൂ. ബാക്കി ഞങ്ങൾ പിന്നെ കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം.